അങ്ങനെ ജിദ്ദയിലേക്കുള്ള വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ എപ്പിസോഡിലെ അവതരണം. നമസ്കാരം എല്ലാവർക്കും. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇതിന് മുമ്പൊരു ചെയ്തൊരു എപ്പിസോഡിൽ ഡൽഹിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ വിവരിച്ചായിരുന്നു. ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് യാദൃശികമായിട്ട് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ ഒരു വിസ സൗദിയിലേക്ക് കിട്ടി. ആ വിസ കിട്ടിയ ശേഷമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ വിസ കിട്ടിയപ്പം എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. വിസ കിട്ടി, ഇനി വിസയ്ക്കുള്ള പ്രൊസീജിയർ എന്താണ്, എങ്ങനെ നമ്മൾ സൗദിയിലെത്തും. വിസ കയ്യിലുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം അവിടെ കണ്ടത്, ആ വിസയിൽ ഞാൻ ആ വിസയും കൊണ്ട് ഞാൻ സൗദി അവിടെ ഞാൻ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലം കട്ടുവാരിയ സറായ് എന്ന് പറയും. അവിടുന്ന് അധികം ദൂരമല്ല എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജേക്കബും ബോബനും താമസിച്ചിരുന്ന, ഞാൻ അവരുടെ കൂടെ പിന്നെ അവരുടെ അടുത്ത് താമസിച്ചിരുന്നു. അവിടുന്ന് ഈ സൗദി കോൺസുലേറ്റ് അത്ര ദൂരമല്ല. അങ്ങനെ ഞാൻ ആക്ച്വലി എപ്പോഴും ഒരു നെഹ്റു പ്ലേസ് എന്ന് പറഞ്ഞൊരു വലിയൊരു കൊമേഴ്ഷ്യൽ സെൻ്ററുണ്ട്, വലിയൊരു പ്രധാനപ്പെട്ട ആ സമയത്ത് ഒരു പോപ്പുലർ സ്ഥലമായിരുന്നു നെഹ്റു പ്ലേസ്. വലിയ വലിയ ഉയരമുള്ള കുറേ ബിൽഡിങ്ങുകൾ അവിടെ, അതിനകത്തൊക്കെ ഓഫീസ് ഉണ്ടാവും. മോളൊന്നും പോയിട്ടില്ല, പല ബിൽഡിങ്ങുകളുണ്ട് അവിടെ വലിയ ആ നെഹ്റു പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നിട്ട് അവിടെ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ താഴെ നല്ല നല്ല വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ അവിടെ പോയി. അവിടെ അടിപൊളി റെസ്റ്റോറൻറ്റ്സാണ് അവിടെ. അങ്ങനെ നെഹ്റു പ്ലേസിൽ പോകുന്ന വഴിക്ക് സ്ട്രെയിറ്റ് റോഡാണ്. അതായത് ഹൗസ് കാസിൽ നിന്ന് നേരെയുള്ള റോഡ്. ബസ് DTCയുടെ ഡൽഹി ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ്റെ വണ്ടികൾ എപ്പോഴും ഓടുന്നുണ്ട്. അതിനകത്ത് കയറി പോകുമ്പം എനിക്കെപ്പോഴും കാണാം ഈ പോകുന്ന റോഡിൽ റൈറ്റ് സൈഡിലായിട്ട് സൗദിയുടെ കോൺസുലേറ്റ് കാണാം. കാരണം അതിൻ്റെ ഗേറ്റിൽ സൗദിയുടെ ആ ഫ്ലാഗ് ഇതുണ്ടല്ലോ, ആ വാളും ഒക്കെ വെച്ചിട്ടുള്ള എമ്പലം അവിടെ കാണാം. എപ്പോഴും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അവിടെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് എവിടെയാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ വിസ കിട്ടിയ ശേഷം ഞാൻ ഈ വിസയും കൊണ്ട് അവിടെ പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ആ സമയത്തുണ്ട്. അതും ഈ കോളേജ് പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച വേറൊരു ബ്രാഞ്ചിലാണ്, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. ഈ മൻസൂർ എന്ന് പറഞ്ഞൊരു കക്ഷി, എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട്, അദ്ദേഹം പുളിക്കലുകാരനാണ്. മലപ്പുറം പുളിക്കൽ, നമ്മുടെ ഈ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്താണ് ഏകദേശം. അപ്പോൾ മൻസൂർ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയറിൽ മൻസൂറിന് റിയാദിൽ പോകാനുള്ള ഒരു വിസ കിട്ടി. അങ്ങനെ മൻസൂർ അതിനു വേണ്ടി പിന്നെ പോകുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് പഠിക്കണം. അങ്ങനെ ഞാനും മൻസൂറും ഒരുമിച്ച് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാസ്പോർട്ട് അപ്ലൈ ചെയ്ത്. അങ്ങനെ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭാഗ്യമായി, പാസ്പോർട്ട് കയ്യിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ പാസ്പോർട്ടും കൊണ്ട് ആ വിസയും കൊണ്ട് ഞാൻ സൗദി കോൺസുലേറ്റിൽ പോയി. അവിടെ പോയി നമ്മൾ ആ സമയത്ത് ഈ 1989 ഡൽഹിയിൽ അങ്ങനെ വലിയ ക്യൂ ഒന്നുമില്ല. വിസ കാണിച്ച് പാസ്പോർട്ട് കാണിച്ചപ്പോഴത്തേക്ക് കയറാനുള്ള ഗേറ്റ് വാച്ച്മാൻ കയറാനുള്ള അനുവാദം തന്ന് അവിടെ പോയി ഉള്ളിൽ കോൺസുലേറ്റിൻ്റെ മറ്റേ വിസ സെക്ഷൻ്റെ ഓഫീസിൽ പോയപ്പം അവിടെയും എനിക്ക് തോന്നുന്നൊരു 4-5 ആൾക്കാരുണ്ടാവും ലൈനിൽ, ക്യൂവിൽ. ഞാനും നിന്ന്. അപ്പോൾ എൻ്റെ ഊഴം വന്നപ്പം ഞാനിത് രണ്ടും കൊടുത്തു അവരുടെ കയ്യിൽ, കൗണ്ടറിൽ കൊടുത്തു. അപ്പോൾ അയാൾ നോക്കിയിട്ട് ഈ പാസ്പോർട്ട് നോക്കി, ഈ വിസ നോക്കിയിട്ട് പാസ്പോർട്ടിൻ്റെ ഒരു പേജിൽ ആ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരുന്ന പാസ്പോർട്ടിൽ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം പിന്നെ റിന്യൂ ചെയ്ത് കിട്ടിയ പാസ്പോർട്ടിൽ പ്രൊഫഷൻ ഇല്ല. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എൻ്റെ കേസിൽ അവിടെ നില്ലെന്ന് എഴുതിയിരിക്കുന്നത്. കാര്യം ഞാൻ സ്റ്റുഡൻ്റ് ആയ സമയത്താണ് പാസ്പോർട്ട് എടുത്തത്. അപ്പോൾ ആ സമയത്ത് പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് NIL എന്ന് എഴുതിയിരിക്കുന്നത്, പ്രൊഫഷൻ ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആൾ ഈ വിസ കയ്യിൽ വെച്ചിട്ട് പ്രൊഫഷൻ നോക്കുമ്പോൾ പ്രൊഫഷൻ നില്ലാണ്. വിസ കിടക്കുന്നത്, അയാൾ അറബിയിലാണ് വിസ.
വായിച്ച് തന്ന് അയാൾ പറഞ്ഞ് ഇത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ. അറബിയിൽ എഴുതിയിരിക്കുന്നത് കഹറബായി ഫെന്നി മുഹന്ദിസ് എന്നാണ്. കഹറബായി ഫെന്നി മുഹന്ദിസ് അത് അറബിയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ എൻ്റെ പാസ്പോർട്ടിൽ പ്രൊഫഷൻ ഇല്ല. അപ്പോൾ ആൾ പറഞ്ഞത് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്രൊഫഷൻ ഇതിനകത്തും പാസ്പോർട്ടിനകത്തും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ ആയാലേ ഈ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പ്രോബ്ലം നമ്പർ 1. അപ്പോൾ ഇത് എവിടെ ചെയ്യാൻ പറ്റും? ഈ പ്രൊഫഷൻ ഈ പാസ്പോർട്ടിൽ എവിടെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും? അപ്പോൾ ആൾ പറഞ്ഞ് പാസ്പോർട്ട് എവിടെയാണ് ഇഷ്യൂ ചെയ്തത്? എൻ്റെ കേസിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് കേരളത്തിലാണ്, എറണാകുളത്താണ്. എറണാകുളം പാസ്പോർട്ട് ഓഫീസാണ്. അവിടെ പോയാലേ ഈ പാസ്പോർട്ടിൽ പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്പർ 1 പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം, ഇനിയിപ്പം സൗദി അറേബ്യ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പാസ്പോർട്ടിൽ പ്രൊഫഷൻ ശരിയാകണം, 2 ടിക്കറ്റ് വാങ്ങിക്കാൻ കാശ് വേണം. ഞാനാണെങ്കിൽ അവിടെ സെറ്റിലായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റായി, അതിനുള്ള ഇൻകമായി, വാടക കൊടുക്കാനും അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ അവിടെ നോക്കാനുള്ള ഏകദേശം ഒരു സിറ്റുവേഷൻ എത്തിപ്പെട്ട സമയത്താണ് ഈ വിസ വരുന്നതും സൗദി പോകണം. ടിക്കറ്റിനുള്ള കാശില്ല. അപ്പോൾ എന്തു ചെയ്യും? ടിക്കറ്റിനുള്ള കാശില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മാവൻ, നമ്മൾ വളരെ സ്നേഹപൂർവ്വം മെട്ടമാമ എന്നാണ്, മാമ ആണ്, മെട്ടമാമ എന്ന് വിളിച്ചിരുന്നത്. ഇദ്ദേഹം ഡോക്ടറാണ്. ഡോക്ടർ അഹമ്മദ് സേട്ട്, പാലക്കാടാണ് താമസിച്ചിരുന്നത്. ആക്ച്വലി ഈ മാമയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആലപ്പുഴയിൽ മാമയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കാശ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ എത്ര കാശാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ നമ്മുടെ ബോസ്, അതായത് അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിംഗ്, എൻ്റെ കമ്പനിയുടെ ബോസ്, അയാളുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് പോകണം, പക്ഷേ എത്ര കാശാവും അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യും, എവിടെ പോയി ഇത് ടിക്കറ്റ് എവിടെ പോയി വാങ്ങിക്കും, ടിക്കറ്റിന് എത്രയാവും എന്നുള്ളത് എങ്ങനെ അറിയും, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അയാൾ, നമ്മുടെ ബോസ്, ഞാൻ പറഞ്ഞല്ലോ സർദാർജിയാണ്, വളരെ നല്ല മനുഷ്യനായിരുന്നു, വളരെ ഫ്രണ്ട്ലി, വളരെ ഹെൽപ്ഫുൾ, വൺ ഓഫ് ദി ബെസ്റ്റ് പീപ്പിൾ ഐ ഹാവ് സീൻ. വളരെ ജെൻറ്റിലായിട്ടുള്ള, അതായത് സംസാരിക്കുമ്പോഴൊക്കെ വളരെ സൗമ്യനാണ്. സ്റ്റിൽ ഐ റിമെമ്പർ. അൺഫോർച്ചുനേറ്റ്ലി അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ആരോ ട്രാവൽ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചു, പിന്നെ ഡൽഹിയിൽ നിന്ന് ജിദ്ദയിലെത്താനുള്ള ഫ്ലൈറ്റ് 1 വേ ടിക്കറ്റ്. ആ സമയത്ത് ഇത് 1990 ആണ്. 1989 ഞാൻ ക്ലാസ് കഴിഞ്ഞ് അവിടെ എത്തി. 1990 അവസാനമാണ് ഏകദേശം ഈ സംഭവം നടക്കുന്നത്. സെപ്റ്റംബറോ ഒക്ടോബറോ നവംബറോ, 1 ഓഫ് ദീസ് 3 months. ഓക്കെ. അങ്ങനെ മൂപ്പർ അന്വേഷിച്ചപ്പം അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ 12,000 രൂപ വേണം ടിക്കറ്റ് എടുക്കാൻ. എൻ്റെ അടുത്ത് 12,000 പോയിട്ട് 2,000 പോലും കാണത്തില്ല ആ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ ഒരു കാര്യം, നമ്മുടെ അമ്മാവൻ, ഈ പാലക്കാടുള്ള ഡോക്ടർ അഹമ്മദ് സേട്ട് എന്നാണ് പേര്, എൻ്റെ അമ്മാവൻ, നമ്മളെല്ലാവരെയും വളരെയധികം കാര്യങ്ങൾ നോക്കിയിരുന്നതും എപ്പോൾ സാമ്പത്തിക ആവശ്യം വന്നാലും ചെയ്തു തന്നതുമൊക്കെ അമ്മാവനാണ്. നമ്മളെ മാത്രമല്ല, അമ്മാവൻ്റെ വേറെയും സിസ്റ്റേഴ്സും അവരുടെ കുട്ടികൾ, പല ആൾക്കാരെയും മൂപ്പർ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മാവന് എഴുത്തെഴുതി. ആ സമയത്ത് സെൽഫോണില്ല, ലാൻഡ് ലൈനും ആ സമയത്ത് യൂസ് ചെയ്യാറില്ല. അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അമ്മാവന് ഞാൻ ലെറ്റർ എഴുതി, ഇങ്ങനെ എനിക്ക് ജിദ്ദയിൽ പോകണം, വിസ കിട്ടിയിട്ടുണ്ട്, 12,000 രൂപയുടെ ആവശ്യമുണ്ട്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ലെറ്റർ എന്ന് പറയുന്ന സംഗതി, ഞാൻ ഡൽഹിയിൽ നിന്ന് ലെറ്റർ എഴുതിയാൽ ഇന്ന് പോസ്റ്റ് ചെയ്താൽ മറ്റന്നാൾ അവിടെ നാട്ടിലെത്തും. അത്രയ്ക്ക് ഫാസ്റ്റാണ്. അതായത് 48 മണിക്കൂറിൽ ഡൽഹിയിൽ നിന്ന് ലെറ്റർ കേരളത്തിൽ വീട്ടിലെത്തും. അങ്ങനെയാണ് സിറ്റുവേഷൻ. അങ്ങനെ ഞാൻ അമ്മാവന് ലെറ്റർ എഴുതി, എനിക്ക് ജിദ്ദയിൽ പോകണം, 12,000 രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ എഴുതി. ആ ലെറ്റർ എഴുതി. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം ചെയ്തത്, ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ എന്നാണല്ലോ വിസ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു വേവലാതിയും തുടങ്ങി. കാര്യം ഇനിയിപ്പം ഞാൻ സൗദി അറേബ്യ പോയിട്ട്, ഞാനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, പ്രോഗ്രാമറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് ഇവർ എന്നെ കൊണ്ട് വല്ല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ എന്തെങ്കിലും പണി തരുമോ? എനിക്ക് ഇലക്ട്രിക്കലായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണെന്നുള്ളൊരു ഐഡിയയുമില്ല. ഇനി അവിടെ പോയി കേട്ടിട്ടുണ്ടല്ലോ, നാട്ടിൽ ഈ ഗൾഫിൽ പോയിട്ട് ആൾക്കാർ ഈ പ്രൊഫഷൻ എന്തെങ്കിലും ഉണ്ടാവും, അവിടെ പോയിട്ട് ചീറ്റ് ചെയ്യപ്പെടും,
അവിടെ പോയിട്ട് അവരെ കൊണ്ട് അല്ലെങ്കിൽ ലേബർ ജോലി ചെയ്യിക്കുക, അല്ലെങ്കിൽ ഈ നമ്മളിപ്പം ഈ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഈ ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകം. ഞാൻ വായിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ എന്തെങ്കിലും ഇത് സംഭവിക്കുന്നത് 89, 90-ലാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഇവർ വേറെന്തെങ്കിലും ജോലി തരുമോ, അങ്ങനെ ഒരു ചെറിയൊരു അങ്കലാപ്പായി. അങ്ങനെ ഞാൻ ഈ വിസ അയച്ച് എൻ്റെ മൻസൂറിനെ വിളിച്ച് മൻസൂർ ചോദിച്ചു, ഇങ്ങനെ വിസയിൽ കിടക്കുന്നത് കഹറബായി ഫെന്നി മുഹന്ദിസാണ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യനാണ്, എനിക്കാണെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്തു ചെയ്യും? അപ്പോൾ മൻസൂർ പറഞ്ഞ് അതിനൊന്നും പ്രോബ്ലമൊന്നുമില്ല, അത് അങ്ങനെയാണ്, വിസ പല പേരിലും വരും, ജോലി കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്, പക്ഷേ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം നേരിട്ട് വേണമെങ്കിൽ ഈ സൗദിയെ വിളിച്ച് സംസാരിച്ചോ, അയാളത്ത് സംസാരിച്ച് നോക്കും. അങ്ങനെ അയാളുടെ നമ്പർ എനിക്ക് തന്നു. അങ്ങനെ ഞാനൊരു STD ബൂത്ത്, അത് ഈ ബൂത്തുണ്ട്, അതായത് നമുക്ക് വേറെ വിളിക്കാനുള്ള സൗകര്യമില്ല, ഈ STD ബൂത്ത് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഇൻ്റർനാഷണൽ കോൾ ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഈ നമ്മുടെ സൗദിയുടെ പേര് ഒമർ ബയൂനിസ് എന്നാണ്. അത് ഇൻഷാല്ലാ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഒമർ ബയൂനിസിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ സലാമൊക്കെ പറഞ്ഞ് സംസാരിച്ച്, എൻ്റെ പേര് ഹാറൂണാണ്, എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്, താങ്ക് യു വെരി മച്ച്, പിന്നെ എനിക്ക് വരാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്, പക്ഷേ ഈ വിസയിൽ കിടക്കുന്നത് കഹ്റബായി ഫെന്നി മുഹന്ദിസാണ്, ഞാൻ ഇലക്ട്രിക്കലായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കേട്ടപ്പോൾ മൂപ്പര് ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു. അയാൾ പറഞ്ഞു, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്നാൽ നിനക്ക് ജോലി കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്, അല്ലാതെ ഇലക്ട്രിക്കലായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മൂപ്പര് സമാധാനിപ്പിച്ചു. അങ്ങനെ ആ പ്രശ്നം കഴിഞ്ഞ് പോകാം, കുഴപ്പമില്ല, കമ്പ്യൂട്ടറിൻ്റെ ജോലി തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പായി. പക്ഷേ ഡൽഹി കോൺസുലേറ്റിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് തരത്തുമില്ല. അങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ പാസ്പോർട്ടിലും പ്രൊഫഷൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ എന്ന് പറയണം. അപ്പോൾ അത് ഒരു പ്രോബ്ലം. രണ്ടാമത് കാശിൻ്റെ പ്രോബ്ലം. കാശിന് ഞാൻ മാമക്ക് ലെറ്റർ അയച്ചു. എന്നിട്ട് ഞാൻ വണ്ടി കയറി, ലെറ്റർ അയച്ച്, ഞാനീ പറഞ്ഞല്ലോ, ലെറ്റർ അയച്ചിട്ട് 3 ദിവസമോ 4 ദിവസമോ ആയി. അതിനിടയിൽ ലെറ്റർ റിപ്ലൈ വന്നു. മാമയുടെ ലെറ്റർ റിപ്ലൈ വന്ന് അതിനകത്ത് വളരെ സൂപ്പർ ഫാസ്റ്റായിട്ടാണ് ആ ലെറ്റർ വന്നത്. അതിനകത്ത് മാമ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പടച്ചോൻ അദ്ദേഹത്തിന് ജന്നത്ത് നസീബാക്കട്ടെ, നിങ്ങളും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്, എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം മാമ റിപ്ലൈയിൽ എഴുതിയിരിക്കുകയാണ്, നിനക്ക് ആരും പണം തന്നേക്കണം എന്നില്ല, പക്ഷെ ഞാൻ നിനക്ക് ആവശ്യമുള്ള പണം തരും, നീ ഇവിടെ വാ, ഞാൻ പണം തരാം, ഓക്കെ എന്ന് മാമ എഴുതിയിരിക്കുന്നത്. അതായത് നീ ഇവിടെ വാ, നിനക്ക് ഞാൻ ആവശ്യമുള്ള പണം ഞാൻ നിനക്ക് തരാം. അപ്പം അങ്ങനെ ഒരു അഷ്വറൻസ്, അതായത് പൈസയുടെ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട, ഇമ്മീഡിയറ്റ്ലി ഇവിടെ വാ, കാശ് റെഡിയാണ്, പിടിച്ചോ, വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി പിടിച്ച് ഈ പാസ്പോർട്ടും എടുത്ത് മാമാനെയും കാണണം, പിന്നെ വീട്ടിലെല്ലാവരും ഗുഡ് ബൈ പറയണം, പാസ്പോർട്ടിൽ പ്രൊഫഷൻ മാറ്റണം. ഈ 3 കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി വണ്ടി പിടിച്ച്, ആ സമയത്ത് ഈ ട്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ ഉടനെയുള്ള സംഭവങ്ങളാണ്. അവിടെ കംഫർട്ടൊന്നും നോക്കുന്നില്ല. അതായത് ഏത് വണ്ടി പിടിക്കണം, ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബെർത്ത് ബുക്ക് ചെയ്യണം, അതായത് ഈ ഉറങ്ങാനുള്ള സൗകര്യം, ഇതൊന്നുമല്ല. ഇന്ന് പോകണമെങ്കിൽ ഇന്ന് പോകണം, പോയി ടിക്കറ്റ് എടുത്ത് കയറിയിരുന്ന്, അതായത് അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റാണ്. അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കുക, എന്നിട്ട് 42 മണിക്കൂർ യാത്ര ചെയ്യുക. അത് ഉറങ്ങണമെന്നൊന്നുമില്ല, ഇരുന്നുറങ്ങാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇന്ന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസം മുമ്പ് തീരുമാനിക്കും, ടിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം, കിടക്കണം, അതിന് സൗകര്യം വേണം. അന്ന് ഇതൊന്നുമില്ല, ഓക്കെ. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി വണ്ടി കയറി. എനിക്ക് ഓർമ്മയില്ല ഞാൻ മദ്രാസിൽ പോയിട്ട് അവിടെ നിന്ന് വണ്ടി മാറിയോ നേരെ എറണാകുളത്ത് പോയോ, എങ്ങനെയായാലും അവിടെ എത്തി, നാട്ടിലെത്തി, ആലപ്പുഴ എത്തിയിട്ട് എൻ്റെ ഒരു കസിൻ, അത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്, ഫ്രണ്ടാണ്, ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ്, ഇബ്രാഹിം എന്നാണ് പേര്, ഇബ്രാഹിം സേഠ്. അപ്പോൾ ഇബ്രാഹിമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകണം, എറണാകുളത്ത് പോയിട്ട് പാസ്പോർട്ടിലെ പ്രൊഫഷൻ മാറ്റണം. അങ്ങനെ ഞങ്ങൾ 2 പേരും ചേർന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊത്തം സർട്ടിഫിക്കറ്റ്, എൻ്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ, പിന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, എന്തെല്ലാം എൻ്റെ കൈ കിട്ടുമോ അതെല്ലാം എടുത്തൊരു വലിയൊരു അട്ടി പേപ്പറുമായിട്ട് സർട്ടിഫിക്കറ്റ്സുമായിട്ട് എറണാകുളത്ത് പോയി.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ ബസ് കയറി അവിടെ എറണാകുളത്തെത്തി. എത്തിയപ്പോൾ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ വലിയ ലോങ് ലൈനാണ്. അങ്ങനെ ഞങ്ങൾ നിന്ന് നമ്മുടെ ഊഴം വന്നപ്പം കയറി ആപ്ലിക്കേഷൻ കൊടുത്ത്, അതായത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ അതിൻ്റെ പ്രൊഫഷന് വേണ്ടി സ്റ്റാമ്പ് ചെയ്യണം. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് എടുത്തില്ല. എനിക്ക് അറിയില്ല, എനിക്ക് പിന്നെ ആ ട്രേഡ് ഇല്ല. പക്ഷേ ബാക്കി ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഉള്ളതൊക്കെ കൊടുത്ത് പാസ്പോർട്ടും കൊടുത്തു. അങ്ങനെ അവർ 2 മണിക്ക് തിരിച്ച് വരണം. തിരിച്ച് പോയിട്ട് പാസ്പോർട്ട് വാങ്ങിക്കണം. അതിനകത്ത് ഈ പ്രൊഫഷൻ അപ്ഡേറ്റ് ചെയ്ത് തരും. അങ്ങനെയുള്ള ഒരു ഇതിൽ ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പറഞ്ഞ് 2 മണിക്ക് അവിടെ എത്തി. 2 മണിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ടോക്കണിൻ്റെ സമയം വന്ന് എന്നെ വിളിച്ച് ഞാൻ കൗണ്ടറിൽ പോയി. അപ്പം എനിക്ക് ഇപ്പോൾ പ്രോബ്ലമാണ്. അതായത് ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇതിൻ്റെ ടെക്നീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചാൽ കുളമായി. കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ നിന്ന് പിന്നെ അത് നടക്കത്തുമില്ല. അപ്പം എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല. എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ടെൻഷനിൽ പോയി. അപ്പോൾ അവിടെ ബൂത്തിൽ ഇരുന്നത് പിന്നെ പല ബൂത്തുകളുണ്ട് അവിടെ പാസ്പോർട്ട് ഓഫീസിൽ. ഇത് ആ കാലത്തെ കാര്യമാണ്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു സ്ത്രീയാണ് അവിടെ എൻ്റെ നമ്പർ വിളിച്ചത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി. അവരെൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് ആ കട്ടിയുള്ള കുറേ സ്റ്റാക്ക് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പാസ്പോർട്ടും അതിനകത്തുണ്ട്. അപ്പം ഓഫീസർ എൻ്റെ അടുത്ത് ചോദിച്ചു, എല്ലാം ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പാസ്പോർട്ട് എടുത്ത് അതിനകത്ത് എഴുതി സ്റ്റാമ്പോ സീലോ ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു. ഒന്നും ചെക്ക് ചെയ്തൊന്നുമില്ല. അങ്ങനെ ഹാപ്പിലി അതും കൊണ്ട് ഞങ്ങൾ ആലപ്പുഴ എത്തി. ആ പ്രശ്നം സോൾവായി. അതായത് പാസ്പോർട്ടിൽ ഈ പ്രശ്നം, ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ്റെ പ്രോബ്ലം അത് സോൾവായി. അപ്പോൾ നമ്പർ 1 കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് പാലക്കാട് പോകണം. പാലക്കാട് പോയിട്ട് മാമാനെ കാണാൻ കാശ് വാങ്ങണം. അങ്ങനെ അടുത്ത വണ്ടി പിടിച്ച് ഞാൻ പാലക്കാട് പോയി. അന്ന് ആ സെയിം ദിവസമോ പിറ്റേ ദിവസമോ അവിടെ പോയി ഒരു ദിവസം തങ്ങി. മാമ ഒരു യെല്ലോ മഞ്ഞ കളറിലെ വലിയൊരു എൻവലപ്പ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് മൊത്തം കാശ് കൗണ്ട് ചെയ്ത് 12,000 രൂപ മാമ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്നെ ഏൽപ്പിച്ച് ഞാൻ വളരെ നന്ദി പറഞ്ഞ് ആ കാശും കൊണ്ട് ആലപ്പുഴ വന്ന് എല്ലായിടത്തും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നേരെ ഡൽഹിയിലോട്ട് വണ്ടി പിടിച്ച് പോയി. അവിടെ പോയി പാസ്പോർട്ട് ഓഫീസ് കോൺസുലേറ്റ്, നമ്മുടെ സൗദി കോൺസുലേറ്റിൽ പോയി ഈ പാസ്പോർട്ടും കൊടുത്ത് വിസയും കൊടുത്ത് ഇപ്രാവശ്യം എല്ലാം റെഡിയാണ്. താമസിക്കാതെ തന്നെ അവർ വിസ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കയ്യിൽ തന്നു. അപ്പോൾ പാസ്പോർട്ട് റെഡിയാണ്, വിസ പാസ്പോർട്ടിൽ ഓൾറെഡി സ്റ്റാമ്പ്ഡാണ്. പിന്നെ ടിക്കറ്റിനുള്ള കാശും കയ്യിലുണ്ട്. ഞാൻ നമ്മുടെ സർദാർജി അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് കാശ് റെഡിയാണ് ടിക്കറ്റിനുള്ള. അങ്ങനെ മൂപ്പർ എന്നെയും കൂട്ടി മൂപ്പറുടെ കാറിൽ ആ ട്രാവൽ ഏജൻസിയുടെ ഓഫീസിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും പോയി. ആ മാമ തന്ന ആ എൻവലപ്പ് തന്നെ അങ്ങനെ തന്നെ 12,000 രൂപയുടെ എൻവലപ്പ് അവിടെ ഏൽപ്പിച്ച് അയാൾ ടിക്കറ്റ്, അന്നൊരു ബുക്കാണ്, ടിക്കറ്റ് ഇലക്ട്രോണിക്സ് ഒന്നും അല്ലല്ലോ, ബുക്കാണ്. ആ ബുക്ക് എന്നെ എഴുതി ജിദ്ദ ഉള്ള ടിക്കറ്റും എൻ്റെ കയ്യിൽ തന്നു. അതും കൊണ്ട് ഞാൻ ബോബൻ്റെ അടുത്തും ജേക്കബിൻ്റെ അടുത്തും പോയി. പിറ്റേ ദിവസമോ 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റായിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിലോട്ട് പോയി. എയർപോർട്ടിലോട്ട് പോകുമ്പം എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു 100-200 രൂപ ഉണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. വളരെ തുച്ഛമായ കാശേ എൻ്റെ കയ്യിലുള്ളൂ, ചില്ലറ കാശേ ഉള്ളൂ, കാര്യമായ ഒന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ, ഫോറിൻ കൺട്രിയിലോട്ട് ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ, ഞാനിത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ അതായത് ജോലി, എൻ്റെ ഇൻകം അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. അവിടെ പോകണം, കാശ് സമ്പാദിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ശരിയാക്കണം. ഞങ്ങൾ ആ സമയത്ത് താമസിക്കുന്നത് മാമാടെ വീട്ടിലാണ്, നമുക്ക് വീടില്ല. ഇതൊക്കെ ഞാൻ ഈ കേരള ടു കരോളൈന ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇല്ലാതെ ആയ അവസ്ഥ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എൻ്റെ ട്രിപ്പ് വലിയൊരു സ്വപ്നമാണ്, വലിയൊരു ലക്ഷ്യം. നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകണം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകണം, ഇതൊക്കെയാണ് നമ്മുടെ പിന്നിൽ.
അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ജിദ്ദയിലോട്ട് പോവാണ്. എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നു ബോബനും ജേക്കബും കൊണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് എയർപോർട്ടിൽ. എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ജിദ്ദയിൽ ഫ്ലൈറ്റിൽ കയറി ജിദ്ദയിൽ ഇറങ്ങി. ജിദ്ദയിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഈ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് പുറത്ത് വന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കാശില്ല. എയർപോർട്ടിൽ നിന്ന് മൻസൂറിൻ്റെ അടുത്ത് പോകാൻ, മൻസൂറാണ് വിസ അയച്ചു തന്നിരിക്കുന്നത്, മൻസൂറിൻ്റെ അടുത്ത് പോകാൻ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല. മാത്രമല്ല അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വന്ന് കാണുന്ന ഈ ടാക്സി എന്ന് വിളിക്കുന്ന ആൾക്കാർ അറബികളാണ്. എനിക്കാണെങ്കിൽ അറബി ABCD സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഒന്നും മനസ്സിലാകത്തുമില്ല. അങ്ങനെ ഒരാൾ, ഒരു അറബി, മറ്റേ വെള്ള കുപ്പായിട്ടിരിക്കുന്ന ഒരു അറബി വന്ന് എന്നോട് ചോദിച്ചു എവിടെ പോകണം, അറബി ചോദിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് പിന്നെ അയാൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, പക്ഷേ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എൻ്റെ കയ്യിൽ എവിടെ പോകണമെന്ന് എനിക്കിന്ന് അറിഞ്ഞുകൂടാ. ആകെ കൂടെ ഉള്ളത് മൻസൂറിൻ്റെ ഫോൺ നമ്പർ എൻ്റെ പോക്കറ്റിലുണ്ട്, എൻ്റെ പേഴ്സിലുണ്ട്, എൻ്റെ വാളറ്റിൽ. അങ്ങനെ മൻസൂറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എൻ്റെ അടുത്താണെങ്കിൽ ഫോൺ വിളിക്കാനുള്ള കാശുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇയാൾ എന്നെയും കൊണ്ട് ഒരു മൂലയിൽ പോയിട്ട് അന്ന് ജിദ്ദ എയർപോർട്ട് വളരെ ചെറിയ എയർപോർട്ടാണ്, ഇപ്പം അതൊക്കെ മാറി. അങ്ങനെ ഇയാൾ എന്നെയും കൊണ്ടൊരു മൂലയിൽ പോയിട്ട് അവിടെ ഈ മതിലിൽ പിന്നെ പല ഫോണുകളിങ്ങനെ പിന്നെ വെച്ചിട്ടുണ്ട്, കോയിൻ ഇട്ടിട്ട് വിളിക്കാനുള്ള. അപ്പം മൂപ്പരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ കോയിൻ എടുത്ത് ഇട്ടിട്ട് മൂപ്പര് മൻസൂറിനെ വിളിച്ച് അവർ തമ്മിൽ സംസാരിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി മൻസൂറിനെ മറ്റേ പിന്നെ എൻഡിൽ മൻസൂറിനെ കിട്ടി, ഇയാൾക്ക് സംസാരിക്കുന്നുണ്ട്. ഇയാൾ മനസ്സിലാക്കി എവിടെയാണ് പോകേണ്ടത്. അപ്പം മൻസൂർ ജോലി ചെയ്യുന്ന കട അത് ജിദ്ദയിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ജാമ്യ എന്ന് പറയും, ആ ജാമ്യയുടെ അടുത്ത് ഒരു അമീർ മെതാബ് സൂക്ക് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. ഒരു നീളത്തിലുള്ള ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളമുള്ള ഒരു ബിൽഡിങ്ങാണ്. അതിനകത്തൊരു കടയാണ് മൻസൂറിൻ്റെ. അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഇവർ താമസിക്കുന്നതും അതിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഇയാൾ അഡ്രസ്സ് മനസ്സിലാക്കി എൻ്റെ അടുത്ത് പറഞ്ഞ് ആംഗ്യം കാണിച്ച് ഞാൻ ഇയാളുടെ പുറകെ നടന്ന്, എൻ്റെ അടുത്ത് ചെറിയൊരു പെട്ടി എന്തേ ഉള്ളൂ, ഒരു ബാഗ് എന്തോ ഉള്ളൂ. അങ്ങനെ ഇയാൾ എന്നെ വണ്ടിക്കകത്ത് കയറ്റി ഒരു 45 മിനിറ്റ് വണ്ടി ഓടിച്ച് കാണും. വണ്ടി ഓടിച്ച്, അപ്പം ഇത് ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ കൺട്രി വരുന്നത്. അപ്പം വണ്ടികളൊക്കെ കാണാൻ നല്ല നല്ല രസമുള്ള വണ്ടികൾ, മെർസിഡീസ് ബെൻസ് ഉണ്ട്, പിന്നെ ടൊയോട്ടയുടെ അടിപൊളി. ആ സമയത്തൊന്നും ഇന്ത്യയിൽ ഈ വണ്ടികളൊക്കെ പുതിയ വണ്ടികളൊക്കെ ഇറങ്ങുന്നുള്ളൂ, ഇപ്പോഴത്തെ പോലെ അന്ന് ഇല്ല. അപ്പോൾ ഇയാൾ എന്നെയും കൊണ്ട് മദീന റോഡെന്ന് പറയുന്നൊരു വലിയൊരു റോഡുണ്ട്, അത് നേരെ പോയാൽ ജിദ്ദയിലെത്തും. അങ്ങനെ ഒരു എൻഡ് മദീനാണ്, മറ്റേ സൈഡ് ജിദ്ദയാണ്. അപ്പോൾ ജിദ്ദയിലോട്ട് പോയി. അങ്ങനെ ഞാൻ ഈ വഴിയിൽ കാണുന്ന ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ വണ്ടികളും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി. അവിടെ എനിക്കൊന്ന് 45 മിനിറ്റ് അടുത്ത് കാണും മൻസൂറിൻ്റെ കടയിലെത്താൻ. അവിടെ എത്തി, വണ്ടി നിർത്തി, ഇയാൾ മൻസൂറിനെ വിളിച്ച്, മൻസൂർ പുറത്ത് വന്ന്, മൻസൂർ 50 റിയാൽ കൊടുക്കുന്നത് ഞാൻ കണ്ടു. 50 റിയാൽ ഈ ഡ്രൈവറിന് കൊടുത്തു. എൻ്റെ കയ്യിൽ ഒരു കാശില്ല, ഒരു റിയാൽ പോലും ഇല്ലാതെയാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ അവിടെ അന്ന് മൻസൂറിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇത് മനസ്സിലാക്കണം, വിസയ്ക്ക് വേണ്ടി ഞാനൊരു കാശ് ചിലവാക്കിയിട്ടില്ല. വിസ ഫ്രീ ആയിട്ട് കിട്ടി. യാദൃശ്ചികമായിട്ട് എനിക്ക് ലെറ്റർ വന്ന് വിസ ഉണ്ട്, ജോലിക്ക് താല്പര്യമുണ്ടോ, യെസ് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് വിസ വന്ന്, പിന്നെ അതിൻ്റെ പ്രൊഫഷണൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഈ ടിക്കറ്റിനുള്ള കാശും മാമ ഗിഫ്റ്റായിട്ട് തന്ന്, അതും റെഡി. ഞാൻ മൻസൂറിൻ്റെ കടയിലെത്തി, ജിദ്ദയിലെത്തി. മൻസൂർ കടയൊക്കെ അടച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അന്ന് രാത്രി നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ് അവരുടെ. അവർ കിടന്നുറങ്ങി. രാവിലെ 9:30 10 മണിക്കോ ഞാൻ മറ്റേ എൻ്റെ കമ്പനിയിലേക്ക് പോകാനായിട്ട്, ഒമർ ബൈനിസാണ് എൻ്റെ അറബിയുടെ പേര്. ഒമറിൻ്റെ അളിയൻ, അതായത് ഒമറിൻ്റെ ഭാര്യയുടെ ആങ്ങള, ഓക്കെ, ഉമറിൻ്റെ ഭാര്യയുടെ ബ്രദർ ഫൈസൽ എന്നാണ് പേര്. അപ്പോൾ ഈ ഫൈസലിനെ കുറിച്ചും ഉമറിനെ കുറിച്ചും ഞാൻ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. വളരെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട്, രസകരവും അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പോൾ ഫൈസൽ രാവിലെ
9 മണിക്കോ 10 മണിക്കോ എന്നെ പിക്ക് ചെയ്യാൻ ഫൈസൽ കടയിൽ വന്നു. കാരണം എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോവാണ് ഓഫീസിലേക്ക്. അങ്ങനെ ഫൈസൽ വന്ന് ഞാൻ ഫൈസലിനെ പരിചയപ്പെട്ട് സലാം പറഞ്ഞ് കൈ കൊടുത്ത് ആദ്യമായിട്ട് ഫൈസലിനെ കാണുകയാണ്. ആദ്യമായിട്ടൊരു അറബിയെ ആദ്യമായിട്ടാണ് ആക്ച്വലി സംസാരിക്കുന്നത്. ഫൈസലിന് മുറി ഇംഗ്ലീഷ് അറിയാം, അറബി സംസാരിക്കത്തുള്ളൂ. പക്ഷേ തട്ടിമുട്ടിയൊക്കെ മൂപ്പര് ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകളൊക്കെ പറയും. ഞാനും തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ മൂപ്പരുടെ റിപ്ലൈ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫൈസലിൻ്റെ വണ്ടിയിൽ ഞാനും ഫൈസലുമായിട്ട് എന്നെ ഓഫീസിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്നൊരു നല്ല ദൂരം ഉണ്ടായിരുന്നു ഓഫീസ്. അങ്ങനെ ഷറഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഷറഫിയ. അത് പിന്നെ മലയാളികളുടെ, ജിദ്ദയിൽ മലയാളികളുടെ ഒരു ഹബ്ബാണ്. അവിടെയാണ് മലയാളികളൊക്കെ ജോയിൻ ചെയ്യുന്നത് എല്ലാ വീക്കെൻഡിലും. അതായത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച അവിടെയാണ് ഒത്തുകൂടുന്നത്. ആ ഷറഫിയൻ്റെ അടുത്തെന്ന് പറയാം. ഷറഫിയ എന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ കൊണ്ടിറക്കി. പിന്നെ അവിടെ ഇറക്കിയപ്പോഴത്തേക്ക് ഓഫീസിൽ പോയി. ഒമർ ബയൂനിസ് വന്ന് നമ്മുടെ കഫീൽ എന്ന് പറഞ്ഞാൽ സ്പോൺസർ, നമ്മുടെ ഷെയ്ഖ്, നമ്മുടെ അറബി, അയാളാണ് ഓണർ, അയാളുടെയാണ് വിസ, അയാളാണ് എൻ്റെ ബോസ്. അങ്ങനെ ഒമർ ബയൂനിസ് വന്ന് പരിചയപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് എന്നെ റിസീവ് ചെയ്ത്. വളരെ നല്ല മനുഷ്യൻ. ഒമർ ബയൂനിസ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് അല്ലാഹു തആല ജന്നത്ത് നസീബാക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഈ ഫൈസലും അതേപോലെ തന്നെ ഒമറും രണ്ടുപേരും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. ഉമർ മരിച്ചുപോയി. അങ്ങനെ ഉമറിനെ പരിചയപ്പെട്ടു. ആ ഓഫീസിൽ പോകുമ്പം അവിടെ ഒരു ഈജിപ്ഷ്യൻ പ്രോഗ്രാമറുണ്ട്. ഒമർ എന്നാണ് അയാളുടെ പേര്, ഒമർ എന്നാണ്, ഈജിപ്ഷ്യൻ പ്രോഗ്രാമർ. പിന്നെ ഒരു ഹൈദരാബാദിൽ നിന്നുള്ള ഒരു പ്രോഗ്രാമറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എൻ്റെ സമപ്രായക്കാരനായിരുന്നു ആ സമയത്ത്. പിന്നെ കൂടാതെ ഒരു യമനിൽ നിന്നുള്ള ഒരു പയ്യൻ അവിടെ ഓപ്പറേറ്ററായിട്ട്, ഫോൺ ഓപ്പറേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പനി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി പല ഈ കമ്പനികൾക്കും സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അതായത് അവരുടെ ഈ കസ്റ്റം പ്രോഗ്രാമിംഗ് ചെയ്യുന്നൊരു കമ്പനിയായിരുന്നു. അങ്ങനെ അവിടെ ഞാനും ജോയിനായി. അങ്ങനെ ഫസ്റ്റ് ദിവസം അവിടെ എത്തി ഒമറിനെയൊക്കെ പരിചയപ്പെട്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മണി 1 മണി ഉച്ചയായി ഈ പരിചയപ്പെടലും ഓറിയൻറ്റേഷനൊക്കെ തന്നപ്പോൾ. അങ്ങനെ ഫൈസലിനടുത്ത് ഉമർ പറഞ്ഞ് ഇയാളെ കൊണ്ടുപോയിട്ട് ലഞ്ച് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ ഫൈസലിൻ്റെ വണ്ടി കയറ്റി. ഫൈസൽ എന്നെ ഒരു അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ്, ചെറിയൊരു നമ്മൾ ഹോട്ടൽ, നമ്മുടെ നാട്ടിലെ കണക്കിൽ ഹോട്ടൽ എന്ന് പറയുമല്ലോ, ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടെ മലയാളികളുടെ ഒരു ഹോട്ടലാണ്. അവിടെ ആദ്യമായിട്ടാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഡൽഹിയിൽ നിന്ന് പോകുമ്പം നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഭക്ഷണം എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എല്ലും തോലുമായിരുന്നു. എൻ്റെ കണ്ടീഷനും എല്ലും തോലുമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും ശരിക്ക് നല്ല സ്വാദുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണമോ ഒന്നും കണ്ടിട്ടില്ല. തട്ടിയും മുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ റെസ്റ്റോറൻറ്റ് വന്നപ്പം അവിടെ കാണുന്നത് അലമാരക്കകത്ത്, ഈ ഗ്ലാസ് ചില്ലിട്ട അലമാരക്കകത്ത് വലിയ വലിയ കോഴി, മൊത്തം, അതായത് ഫുൾ കോഴി കിടന്ന് കറങ്ങുന്നത്. ഈ റൊട്ടിസറി ചിക്കൻ ഉണ്ടല്ലോ, റൊട്ടിസറി എന്ന് ഇവിടെ പറയും. അപ്പോൾ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു അലമാരക്കകത്ത് തന്നെ ഒരു 10-20 കോഴി ഇങ്ങനെ കിടന്ന് കറങ്ങുക. അങ്ങനെ ഫൈസൽ അവിടെ പോയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് വേണം കഴിക്കാൻ. എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്താണെന്നുള്ളത്, ഇവിടെ എന്താണ് മെനു, എന്താണ് ആൾക്കാരെന്താണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. ആദ്യമായിട്ട് നേരെ കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയതാണ്. അപ്പം ഫൈസൽ എന്നെ എന്തോ ഓർഡർ ചെയ്ത്, ഞാനവിടെ പോയി ഇരുന്ന് ഫൈസൽ ഓർഡർ ചെയ്തിട്ട് ഫൈസൽ പറഞ്ഞ് നീ കാര്യം ചെയ്യും, ഭക്ഷണം കഴിച്ചിട്ട് നടന്നു വന്നോ. കാരണം അവിടെ നിന്ന് ദൂരമില്ല, ഓഫീസിലേക്ക് തിരിച്ച് പോകാൻ സ്ട്രെയിറ്റ് റോഡാണ്. എനിക്കറിയാം എങ്ങനെ പോകണമെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് സൗകര്യം പോലെ തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ആക്കി. ഇപ്പം ഞാൻ അവിടെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് പ്ലേറ്റിനകത്ത് ഒരു അര ചിക്കൻ, അതായത് വലിയൊരു ഹാഫ് ചിക്കനും റൈസും കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കാര്യം മനസ്സിലായത്, എല്ലാവരും ഈ പെപ്സി കുടി എന്നുള്ളത് വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ കുടിക്കുന്നത് പെപ്സിയാണ്. വെള്ളം കുടിക്കുന്നത് കുറവാണ് പെപ്സി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം 10 വർഷം അവിടെ താമസിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൊക്കക്കോള അവിടെ വന്ന് കൊക്കക്കോള ശരിക്കും മാർക്കറ്റ് പിടിച്ചെടുത്ത്. പിന്നെ പെപ്സി എന്നുള്ളത് ആൾക്കാരുടെ സെക്കൻഡ് പ്രയോറിറ്റി ആയി.
കൊക്കക്കോള അങ്ങ് ഭയങ്കരമായിട്ട് പിടിച്ചെടുത്തു. എനിവേ ഞാൻ അവിടെ എത്തിയ സമയത്ത് പെപ്സിയാണ്. ഈ അറബികൾ ബെപ്സി ബെപ്സി എന്ന് പറയും. അവർക്ക് പാ എന്നുള്ളത് അവർക്ക് വരത്തില്ല, ബാ വരത്തുള്ളൂ. ബെപ്സി ബെപ്സി എന്നാണ് പറയുന്നത്. അങ്ങനെ പെപ്സി ഒരു ക്യാൻ പെപ്സിയും പിന്നെ ഒരു അര ചിക്കനും ചോറും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. കാര്യം ഒന്ന്, നമ്മുടെ നാട്ടിൽ എൻ്റെ കേസിലൊക്കെ ഒരു അര ചിക്കൻ എന്ന് പറയുന്ന ഒരു മൊത്തം ഫാമിലി കഴിക്കുന്ന സാധനമാണ് ഒരു അര ചിക്കൻ. ആ അര ചിക്കൻ എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് റൊട്ടിസറി ചിക്കൻ. അതും കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് റൊട്ടിസറി ചിക്കൻ കാണുന്നത്. നമ്മൾ നാട്ടിൽ കഴിക്കുന്നത് കറി അല്ലെങ്കിൽ പൊരിച്ചതും അങ്ങനെയൊക്കെയാണല്ലോ. ഇതിപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് സംഗതിയാണ്. അവിടെ എത്തിയിട്ട് അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാൻ കുറച്ച് സമയം പിടിച്ചു. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഭക്ഷണങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അതായത് നമുക്കിത് കഴിക്കാതെ പറ്റാത്തൊരു കണ്ടീഷൻ വരും എന്ന് വെച്ചാൽ. അങ്ങനെ ഞാൻ അവിടെ ലഞ്ച് കഴിച്ചില്ല എന്ന് പറയാം. എനിക്ക് തോന്നുന്നു പകുതി മുക്കാലും ഞാൻ അങ്ങനെ തന്നെ ഇട്ട് പോയി. കാര്യം കഴിക്കാൻ പറ്റിയില്ല. കാര്യം ആദ്യമായിട്ടാണല്ലോ ഈ സംഗതി കഴിക്കുന്നത്. അങ്ങനെ ആ ദിവസം ഫസ്റ്റ് ജിദ്ദയിലെ ആദ്യത്തെ ദിവസം അങ്ങനെ ഒരു വലിയൊരു ഈ എന്താ പറയുക ആഘോഷത്തോടെ ഭക്ഷണവും ആൾക്കാരെ പരിചയപ്പെടലും പിന്നെ സ്ഥലം കാണലും ഓഫീസ് കാണലും അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ അങ്ങനെ അവിടെ എൻഡ് ചെയ്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാനിനി ജിദ്ദയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ മുമ്പോട്ട് പോവാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഈ പേഷ്യൻ്റ്ലി വാച്ച് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. പല ആൾക്കാരും ഈ ഫീഡ്ബാക്കിൽ കമൻറ്റിൽ വളരെ നല്ല നല്ല കമൻറ്റ്, അതായത് കഥ കേട്ടിരിക്കാൻ വളരെ ഉത്സാഹമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, സ്റ്റോറി ടെല്ലിംഗ് രീതി വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അതിന് താങ്ക് യു, നന്ദിയുണ്ട്. ഈ അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്കും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം പല കാര്യങ്ങളും പറയാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.